എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈ ഒരു ഈദിന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്ന് കാണിക്കുന്നത് സുർബിയാൻ റൈസാണ്. അപ്പോൾ ഇതൊരു യമനി റൈസാണ്. അപ്പോൾ അറബിക് റൈസിൻ്റെ ഒരു ഫോം ഓഫ് റൈസാണ്. അപ്പോൾ ഇത് മെയിനായിട്ടും നമ്മൾ മട്ടനിലാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ചിക്കനോ ബീഫോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. യഥാർത്ഥ റെസിപ്പി എന്ന് പറയുന്നത് മട്ടനും അതുപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടുള്ള ഒരു അടിപൊളി ഫ്ലേവറുള്ള നല്ലൊരു അടിപൊളി റൈസാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രഷർ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യും എടുക്കാവുന്നതാണ്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എണ്ണ വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളെന്ന് പറയുമ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഈ ഒരു റൈസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ പേസ്റ്റോ പച്ചമുളകോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിലേക്ക് പ്രധാനമായിട്ടും ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. 1 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള അളവിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള നാടൻ ഗരം മസാല 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ജീരകം ചേർക്കുമ്പം നമ്മുടെ ആ മസാല ഒരു അറബിക് മസാലയുടെ ഒരു ടേസ്റ്റിലേക്ക് വരും. ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം മാറ്റുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില അല്ലാന്നുണ്ടെങ്കിൽ പാഴ്സലി ഇല ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിൽ പുതിന ഇല ചേർക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഒരു സാധാ ബിരിയാണിയുടെ ടേസ്റ്റ് ആകും. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തൈര് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മട്ടൻ അല്ലെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. മട്ടനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഷോൾഡർ പീസാണ്. 1 കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു മട്ടനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മളിനി ഇത് പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങും. എങ്കിൽ കൂടി നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മട്ടൻ ഞാനിവിടെ 3 വിസിലാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഇവിടുത്തെ മട്ടൻ ഒരുപാടങ്ങ് വേവില്ല. നാട്ടിലെ മട്ടനെക്കാട്ടിലും വേവ് കുറവാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് വേണം. 3 കപ്പ് ബസ്മതി അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 മണിക്കൂർ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. സാധാ ബസ്മതി റൈസാണ്, സെല്ല റൈസ് അല്ല. അപ്പം നന്നായിട്ട് കഴുകി അത് വെള്ളം തെളിയുന്ന വരെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുതിർക്കാനായിട്ട് വെക്കുക. ഇനി നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് ഒരു 3.5 ലിറ്ററോളം വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഈ ഒരു ബിരിയാണിക്ക് നല്ല ഉപ്പ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ നല്ല ഉപ്പുണ്ടാവണം. ഇതിലേക്ക് നമ്മൾ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൈസ് മുഴുവനായിട്ട് നമ്മൾ വേവിച്ചെടുക്കരുത്. ഒരു 75 മുതൽ 80% വരെ മാത്രം ഇത് കുക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റൈസിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കോലം, അതുപോലെ ഒരു ജാതിപത്രി, 2 ഗ്രാമ്പൂ, 2 ഏലക്ക ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മളൊരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഈ ഒരു റൈസ് നന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൈസ് ഒരു 1/4 വേവ് ആകുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ 2ആയിട്ട് പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഈ ഒരു വെള്ളം ഊറ്റിയിട്ട് നമുക്ക് റൈസ് ഒന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ കുക്കായോ നോക്കാം. അപ്പോൾ നമ്മൾ പ്രഷറൊക്കെ പോയി ആ ഒരു അടപ്പ് നമ്മൾ തുറന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ഈ ഒരു മട്ടനിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത്രയും വെള്ളം നമുക്ക് വേണ്ട, കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മട്ടൻ ഒന്നുകൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം.
നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് ഈ ഒരു മട്ടൺ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം സ്ക്വയറായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, അത് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചേർത്താണ്. ക്യാപ്സിക്കം സാധാരണ സുർബിയാനിൽ ചേർക്കാറില്ല, പക്ഷേ ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഉരുളക്കിഴങ്ങ് എന്തായാലും മറക്കരുത്. അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് ഈ ഒരു മട്ടനിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ അടച്ചു വെച്ചിട്ട് ചെറുതീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കുറച്ച് വറ്റി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഇതിൽ വേണം, കാരണം ബാക്കിയുള്ള അരി വേവുന്നത് ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ആവിയിൽ നിന്നാണ് അരി വേവുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് അരി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അരി ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സാഫ്രൺ മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. കുങ്കുമപ്പൂ ഇട്ട പാല് ചേർക്കുമ്പോഴും നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നിങ്ങൾക്ക് ചേർക്കാം. ഞാനൊരു 3-4 ഡ്രോപ്സ് റോസ് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു റൈസിന്. വീണ്ടും അതിന് മുകളിലായിട്ട് റൈസ് നിരത്തി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസിലേക്ക് ഉള്ളി, വറുത്ത ഉള്ളി, അതുപോലെ നട്ട്സും കിസ്മസും ഒക്കെ ഇട്ട് കൊടുക്കാം, നമ്മുടെ സാധാരണ ബിരിയാണി പോലെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു സ്റ്റൈലിലാണ് ഇത് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 2 ലെയർ റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് വീണ്ടും സാഫ്രോൺ മിൽക്കും അതുപോലെ തന്നെ റോസ് എസൻസും പിന്നെ കുറച്ച് നെയ്യ് കൂടി ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഫ്രൈഡ് ഒണിയനും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമ്മളിത് ദം ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തടിത്ത ഉപയോഗിച്ചിട്ട് എൻ്റെ നടുക്കൊരു ഹോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആവിയൊക്കെ മുകളിലേക്ക് നന്നായിട്ട് വന്നിട്ട് ഈ റൈസ് നന്നായിട്ട് കുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. അലുമിനിയം ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ മാവുണ്ടാക്കി ചുറ്റിനും നമ്മൾ സാധാരണ ദം ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു സ്റ്റൗ ടോപ്പിലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓവനിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റും ദം ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ദം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു റൈസൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് നീളം വെച്ച് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മയത്തിലുള്ളൊരു റൈസാണിത്. നമുക്ക് ഈ ഒരു റൈസ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. വളരെ കുറഞ്ഞ തീയിലിട്ടാണ് ഇത് ദം ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് തീ കൂടുതലാണെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഈ ഒരു മട്ടനും അതുപോലെ ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നല്ല മയമുള്ള റൈസാണ്, ഒരുപാട് ഡ്രൈ ഒന്നുമല്ല. നല്ല ആ ഒരു റൈസിലേക്ക് നല്ലൊരു മട്ടൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള ഒരു റൈസാണ്. ഒരുപാട് സ്പൈസി അല്ല. നമ്മളിതിൽ സ്പൈസിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടി ആണ് ചേർത്തിട്ടുള്ളത്, പച്ചമുളക് ചേർത്തിട്ടില്ല. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് കൂടുതലെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്പൈസ് ലെവൽ കൂട്ടാം. അപ്പോൾ ഇവിടെ നമ്മുടെ മക്കൾക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്പൈസ് ലെവൽ നിങ്ങൾ കൂട്ടുക. ഈ ഒരു പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി അതിലേക്ക് ആ ഒരു മട്ടൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഈസിയുമാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. നമുക്ക് മസാല കുത്തൊന്നും ഇല്ലാത്ത നല്ല ലൈറ്റായിട്ടുള്ളൊരു അടിപൊളി റൈസാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റൈസ് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ മട്ടന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്